നമസ്കാരം, വണക്കം ആൻഡ് വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങളൊക്കെ ഇതിനകം ധാരാളം പേർക്ക് ഈ ഒരു സംഭവത്തിനെ കുറിച്ചിട്ട് അറിയാമായിരിക്കും. അപ്പോൾ ഇന്ത്യക്കും പാകിസ്ഥാനും നടക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ചിട്ട് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ നല്ല വാർത്തകളാണ് വരുന്നത്. നമ്മൾ ഇന്ത്യക്കാർ ഏത് ജാതിയാണെങ്കിലും നമ്മൾ വളർന്നു വന്ന മണ്ണാണ്. ഇന്ത്യക്ക് വേണ്ടി നമ്മൾ ഒരുമിച്ച് നിൽക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇപ്പം വെടിനിർത്തലും പ്രശ്നങ്ങളുമൊക്കെ കുറഞ്ഞുവെങ്കിലും എപ്പോഴും ശ്രദ്ധ വേണം. ഒരു പക്ഷേ എന്തെങ്കിലും രീതിയിൽ ഒരു ചതി വരാതിരിക്കാനായിട്ടും എല്ലാവരും വളരെയധികം ജാഗരൂകരായിരിക്കണം. പക്ഷേ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ബിഗ് ബോസ് ഫെയിമിലെ റിയാസ് അലിയെ കുറിച്ചിട്ടാണ്. ഇന്ന് നമ്മുടെ രാജ്യം കടന്നു പോകുന്ന ഒരു സാഹചര്യത്തിൽ നമ്മുടെ രാജ്യത്തെ കുറ്റപ്പെടുത്തുന്ന രീതിയിൽ ഇൻസ്റ്റാഗ്രാമിൽ റിയാസ് വന്നിട്ട് സ്റ്റോറി ഇട്ടിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് ഇവിടെ ഷെയർ ചെയ്യാം. പറയുന്നത് ഫേക്ക് ന്യൂസാണ്. പക്ഷേ പുള്ളിക്കാരനാകട്ടെ ഫേക്ക് ന്യൂസൊക്കെ ഇവിടെ പ്രൊമോട്ട് ചെയ്യുകയാണ്. ഇൻസ്റ്റയിൽ റിയാസിന് ഏതാണ്ട് 3 ലക്ഷത്തോളം ഫോളോവേഴ്സ് ഉണ്ട്. പുള്ളിക്കാരൻ ഒരു ഇൻഫ്ലുവൻസറും ആണ്. നമ്മുടെ ഗവൺമെൻറ് തന്നെ പറഞ്ഞിട്ടുണ്ട് ഇതുപോലത്തെ ഫേക്ക് ന്യൂസൊക്കെ സ്പ്രെഡ് ചെയ്യരുതെന്ന്. പലരുടെ അക്കൗണ്ടുകളും ഈ ഫേക്ക് ന്യൂസൊക്കെ സ്പ്രെഡ് ചെയ്യുന്നതിനാൽ അടച്ചു പൂട്ടിയിട്ടുമുണ്ട്. പുള്ളി കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഏതോ പാകിസ്ഥാൻ സോഷ്യൽ മീഡിയയിൽ വന്ന് ഒരു ഫേക്ക് ന്യൂസൊക്കെ സ്വന്തം ഇൻസ്റ്റാ അക്കൗണ്ടിൽ ഷെയർ ചെയ്തിരുന്നു. അതെന്താണെന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ആക്രമണത്തിൽ സാധാരണക്കാരായ 2-3 പാകിസ്ഥാനികൾ കൊല്ലപ്പെട്ടിരുന്നു എന്നൊക്കെയായിരുന്നു. കൂടെ ഒരു അടിക്കുറിപ്പും. അതാണ് കാണുമ്പോഴേക്ക് ഞെട്ടിപ്പിക്കുന്ന രീതിയിൽ എങ്ങനെയാണ് പുള്ളിക്കാരൻ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് എത്ര ചിന്തിച്ചിട്ടും മനസ്സിലാകുന്നില്ല. അടിക്കുറിപ്പ് എന്താണെന്ന് പറഞ്ഞാൽ ഇങ്ങനെ പാവങ്ങളെ കൊന്നിട്ട് എന്ത് കാര്യം എന്നാണ്. ഇത് കാണുന്ന ഇന്ത്യക്കാർ മലയാളികളും പുള്ളിക്ക് നല്ല പണി കൊടുത്തു. നല്ല രീതിയിൽ തന്നെ അവർ ഈ പുള്ളിക്കാരനെ തെറി വിളിക്കുവാനും തുടങ്ങി. ധാരാളം പേര് റിയാസിനെതിരെ റിയാക്ട് ചെയ്തിട്ട് വീഡിയോ ഒക്കെ ചെയ്തിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ സനൂപ് എന്ന ഒരാൾ ചെയ്ത വീഡിയോയ്ക്ക് ഏതാണ്ട് 2 മില്യൺ വ്യൂസാണ് കിട്ടിയത്. ഇത് കണ്ട് തൻ്റെ പേരിൽ ആരും റീച്ച് ഉണ്ടാക്കണ്ട എന്നായി റിയാസിന്. അങ്ങനെ റിയാസ് ആകട്ടെ സനൂപിന് ഒരു ഭീഷണി മെസ്സേജ് അയച്ചു കൊടുക്കുകയും ചെയ്തു. സനൂപ് ചെയ്ത വീഡിയോൻ്റെ കമൻറ്റ് ബോക്സിലും റിയാസിനെതിരെ ധാരാളം തെറിവിളികളും വന്നിട്ടുണ്ട്. വിഷമം, ഞാൻ ആ വിഷമം ഇപ്പൊ അങ്ങ് മാറ്റിത്തരാം. പുള്ളിക്കാരൻ അവിടുത്തെ കുട്ടികളെ പറ്റി ഓർക്കുമ്പോൾ ഭയങ്കര വിഷമമാണ്. മനുഷ്യാവകാശത്തെ പറ്റി ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. സൂപ്പറായിട്ടുണ്ട്. പിന്നെ ഈ കാര്യത്തിൽ പ്രൗഡല്ല കേട്ടോ റിയാസ് സലീം. നമ്മൾ കയറിയില്ല അവന്മാരെ അടിച്ചതിന് ഭീകരവാദത്തെയാണ് നമ്മൾ അടിച്ചത്, അല്ല ലോക്കൽസ് ആയിട്ട് ഒരു മനുഷ്യനെ അടിച്ചിട്ടില്ല. പിന്നെ റിയാസ് സലീമിന്റെ ഒരു കാഴ്ചപ്പാടിൽ ഈ തീവ്രവാദികൾ എന്നൊക്കെ പറയാൻ നേരത്തെ രാവിലെ എഴുന്നിട്ട് കുളിച്ചൊരുങ്ങി 4 സെറ്റ് പുട്ടിയും ലിപ്സ്റ്റിക്കും ഇട്ടിട്ട് ഈ ഭരതനാട്യത്തിന്റെ എക്സ്പ്രഷനും ഇട്ട് റീൽസ് ഇൻസ്റ്റഗ്രാമിൽ ഇട്ടുകൊണ്ടിരിക്കുന്നവരല്ല. അത് ആദ്യമേ അങ്ങ് മനസ്സിലാക്കിക്കണം. ചില ബേസിയുടെ തണുപ്പിൽ കുളിരിന്റെ ഇടയ്ക്ക് റിയാസിലേക്ക് മനസ്സിലാക്കാത്തതുകൊണ്ടായിരിക്കും. നമ്മുടെ നാട്ടിലെ നല്ല ആൺകുട്ടികളും പെൺകുട്ടികളും ഉണ്ട്. ഇന്ത്യൻ ആർമിയുടെയും നേവിയുടെയും എയർഫോഴ്സിന്റെയും പാരാമിലിറ്ററിയുടെയും ഒക്കെ റിക്രൂട്ട്മെന്റ് റാലിയിൽ പോയിട്ട് ഫിസിക്കൽ എന്ന് പറയുമ്പോൾ ഒരു 5-6 മിനിറ്റ് കൊണ്ട് 1.5 കിലോമീറ്റർ ഓടിക്കയറാൻ പറ്റുന്ന ശേഷിയുള്ള മനുഷ്യരുണ്ട്. അവരൊക്കെ ഇന്ത്യൻ ആർമിയിലുണ്ട്. അല്ലെങ്കിൽ ട്രെയിനിങ് കഴിഞ്ഞ് ഇറങ്ങുന്ന പിള്ളേരുണ്ട്. അവർക്ക് കണ്ണിന് കണ്ണ്, പല്ലിന് പല്ല്. രാജ്യത്തെ തൊട്ട് അവർ കയറി അടിച്ചിരിക്കും, ഒരു സംശയം വേണ്ട. അങ്ങനെയുള്ള ആൾക്കാരൊക്കെ നമ്മുടെ രാജ്യത്തുണ്ട്. പിന്നെ ഈ ഗണ്ണുണ്ടല്ലോ, ഈ ഗണ്ണെന്ന് പറയുന്നത് ഇങ്ങനെ തൂക്കിയിട്ടുണ്ട് നടക്കാൻ വേണ്ടിയുള്ളതല്ല. അതെടുത്ത് പ്രവർത്തിപ്പിക്കാൻ അറിയാവുന്ന നല്ല ആൺകുട്ടി സേനയിലുണ്ട്. ഇന്ന് നിങ്ങൾ 2 പെൺകുട്ടികളെ കണ്ടായിരുന്നു രാജ്യത്തെ അഭിസംബോധന ചെയ്ത്. അവരെ പോലുള്ള ആൾക്കാരൊക്കെയാണ് നമ്മുടെ രാജ്യത്തിന്റെ കരുത്തെന്ന് പറയുന്നത്. അടിച്ചാൽ അതൊക്കെയാണ് ഫെമിനിസം. അല്ലാതെ ഈവൻ ഈ തനിക്കെതിരെ വീഡിയോ ചെയ്ത സനൂപിന് കേസ് കൊടുക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം കേസ് വന്നതാകട്ടെ റിയാസിൻ്റെ പേരിലും. അപ്പോൾ ഈ വാർത്ത കണ്ടിട്ട് ഒരു ലേഡിയാണ് ഇന്ത്യ പാകിസ്ഥാൻ വിഷയത്തിനെ കുറിച്ചിട്ട് തെറ്റിദ്ധാരണ പരത്തുന്ന ഈ ഫേക്ക് ന്യൂസൊക്കെ ഈ പുള്ളിക്കാരൻ ചെയ്യുന്നു, റിയാസ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കാരിയുടെ വോയിസ് റെക്കോർഡ് പുറത്തിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ പുള്ളിക്കാരിയാണ് റിയാസിനെതിരെ കേസ് കൊടുത്തിട്ടുള്ളത്. ഒരു 3 മിനിറ്റോളം വരും ഈ വോയിസ് റെക്കോർഡിങ്. അതൊന്ന് കേട്ടു നോക്കൂ, പിന്നെ നമ്മൾ ബാക്കി വിഷയത്തിലേക്ക് വരാം. ഞാൻ ഒട്ടും പ്രൗഡല്ല, ഐ എം നോട്ട് പ്രൗഡ് ഓഫ് മൈ കൺട്രി എന്ന് പറഞ്ഞിട്ട് പറയുന്നു. അത് കഴിഞ്ഞിട്ട് അൺവെരിഫൈഡ് ആയിട്ടുള്ള ന്യൂസ്, അതായത് പാക് ചാനലുകളിൽ വന്നിട്ടുള്ള 10-15 പേര് മരിച്ചു, അതിൽ 2 കുട്ടികളുണ്ട്, ബാക്കിയെല്ലാം സിവിലിയൻസ് ആണ് എന്നുള്ള രീതിയിൽ ആദ്യത്തെ അറ്റാക്ക് നടന്ന സമയത്തുള്ള കാര്യമാണ്. അത് ടോട്ടലി അൺവെരിഫൈഡ് ആയിട്ടുള്ള ന്യൂസ് ആണ്.
ഒരു ചാനലിൽ ഒരു ന്യൂസ് പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് അതെങ്ങനെ വെരിഫൈഡ് ആകുക? അത് UN ആരും ഇവര് പ്രസ് മീറ്റ് ഒന്നും വെച്ച് ഞങ്ങളുടെ തന്നെ ആൾക്കാരെ മരിച്ചു പോയതൊന്നും പറഞ്ഞിട്ടില്ല. എന്നിട്ട് അൺവെരിഫൈഡ് ആയിട്ടുള്ള ന്യൂസ് ഷെയർ ചെയ്യാൻ പാടില്ല എന്ന് പ്രത്യേകം കേന്ദ്രത്തിൽ നിന്നുള്ള നിർദ്ദേശമുണ്ട്. അങ്ങനെ ഒരു ന്യൂസ് ഷെയർ ചെയ്തിട്ട് അതിന്റെ താഴെ ഞാൻ ഒട്ടും പ്രൗഡല്ല, മരിച്ചുപോയത് ആരൊക്കെയായിരുന്നു ആ സമയത്ത്? ഏറ്റവും വലിയ ഭീകരവാദിയായ നമ്മുടെ താജ് ഹോട്ടലിലെ അതിന്റെ എല്ലാത്തിന്റെയും പിന്നിലെ ഭീകരപ്രവർത്തകനായ അയാളുടെ കുടുംബത്തിലെ പത്തോളം ആൾക്കാരെ മരിച്ചു. ഒരു ഭീകരവാദിന്റെ ഫാമിലി മെമ്പേഴ്സ് എന്താ പറയുക, പുണ്യാവന്മാരായിരിക്കും, അവരും ടെററിസ്റ്റ് തന്നെയായിരിക്കും. അവര് മരിച്ചതിന് ഇവന് വലിയ സങ്കടം. അത് കണ്ടപ്പോ എനിക്കത് സഹിച്ചില്ല. പിന്നെ ഞാൻ പറഞ്ഞു നോക്കി അവനോട്, ഇങ്ങനെയല്ല അതിന്റെ യാഥാർത്ഥ്യം, ഇതല്ല അതിന്റെ സത്യം എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു നോക്കി. അപ്പോഴാണ് അവനൊരു സ്റ്റോറി വീഡിയോ ആയിട്ട് ഇട്ടത്. എന്റെ 2 കാര്യങ്ങൾ ഒന്നിച്ച് പറയുകയാണ് ചെയ്തത്. ഫിൽറ്റർ ഇട്ടാൽ നിങ്ങൾക്കൊക്കെ ചൊറിയുമല്ലോ, അങ്ങനെയെല്ലാം ചോദിച്ചിട്ട് ഒരു സ്റ്റോറി ഇട്ടു. അതിനൊപ്പം പറഞ്ഞു എനിക്ക് തന്നെ ഇതൊന്നും ബാധിക്കുന്നതല്ല എന്നുള്ള രീതിയിൽ എന്തെല്ലാം മുഖ്യം അവന്റേതായ രീതിയിൽ അവൻ പറഞ്ഞ് ഇതാക്കി. അത് കഴിഞ്ഞ് പിന്നെ അവന് കുറെ സൈബർ അറ്റാക്ക് വരാൻ തുടങ്ങിയപ്പോ അവൻ ലാസ്റ്റ് ഒരു സ്റ്റോറി ഇട്ടു. അതവൻ ഇട്ട ഒരു വിത്തിൻ സെക്കൻഡ്സ് ഓർ വിത്തിൻ മിനിറ്റ്സ് ആണ് അത് ഡിലീറ്റ് ചെയ്തു. എനിക്കത് സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റില്ല. അവൻ പറഞ്ഞത് നിങ്ങളുടെ എല്ലാം മൂട്ടിൽ വന്നൊരു ബോംബ് പൊട്ടുമ്പോഴേ നിങ്ങൾക്ക് പഠിക്കത്തുള്ളൂ, ഞാൻ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടൊരു സ്റ്റോറി ഇട്ടു. അത് കണ്ടപ്പോ എനിക്ക് നല്ലോണം ദേഷ്യം വന്നു. ഇങ്ങനെയൊക്കെ നമ്മുടെ ഇന്ത്യയിൽ ഇരുന്നിട്ട് നമ്മുടെ നാടിനെ തന്നെ തരം താഴ്ത്തുന്ന രീതിയിൽ ഒരു പ്രവൃത്തി ചെയ്യുമ്പോ ബഹുമാനപ്പെട്ട മോദി സാർ തന്നെ പറഞ്ഞിട്ടുണ്ട് അത് രാജ്യദ്രോഹമാണെന്നുള്ളത്. അപ്പോ അത് കംപ്ലൈന്റ് ചെയ്യണമെന്ന് എനിക്ക് തോന്നി. പിന്നെ എന്താണ് അതിനുള്ള വഴികൾ നോക്കി. പിന്നെ ഞാൻ സൈബർ സെല്ലിലേക്ക് ആദ്യം കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്തു. സൈബർ സെല്ലിൽ രജിസ്റ്റർ ചെയ്തിട്ട് കാര്യമില്ല, അത് കുറച്ച് ലേറ്റ് ആവുന്ന കണ്ടപ്പോ ഞാൻ മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിലേക്ക് ഒരു ഇമെയിൽ അയച്ചു. ഈ കംപ്ലൈന്റ് ചെയ്ത അതിന്റെ കോപ്പി എല്ലാം വെച്ച് അറ്റാച്ച് ചെയ്തിട്ട് ഒരു ഇമെയിൽ അയച്ചു. ഇപ്പൊ കേസ് മുന്നോട്ട് ഫോർവേഡ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. നോക്കാം, നമുക്ക് കുറച്ച് ടൈം എടുക്കും. എന്നാലും ഇങ്ങനെയുള്ളവരൊന്നും വെറുതെ വിടാൻ പാടില്ല. ഇവർക്ക് എന്ത് വേണമെങ്കിലും സോഷ്യൽ മീഡിയയിൽ വന്ന് വിളിച്ചു പറയാന്നുള്ള തോന്നലുള്ള ആൾക്കാർ ഇങ്ങനെയുള്ളവരൊന്നും. ഇവിടെ റിയാസിന് രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നത്തിലൊന്നും യാതൊരു താല്പര്യവുമില്ല. പക്ഷേ പ്രശ്നം വന്നിട്ട് യുദ്ധത്തിലോട്ട് എത്തിയാൽ അത് സാധാരണക്കാരെ ബാധിക്കുമെന്ന പേടി റിയാസിനുണ്ട്. ഇത് നേരെ ഈ അഭിപ്രായം പുള്ളിക്ക് സോഷ്യൽ മീഡിയയിൽ പ്രകടിപ്പിക്കാമായിരുന്നു. പക്ഷേ അതിന് പകരം എവിടെ നിന്നൊക്കെ ഒരു ഫേക്ക് ന്യൂസൊക്കെ എടുത്തിട്ട് സ്വന്തം ഇൻസ്റ്റയിൽ സ്റ്റോറിയിലൊക്കെ ഷെയർ ചെയ്തു, വേണ്ടാത്ത ഒരു അടിക്കുറിപ്പുമൊക്കെ ഇട്ടു. ഈ രീതിയിൽ ഒരിക്കലും സ്വന്തം നിലപാട് പുള്ളി പ്രകടിപ്പിക്കരുതായിരുന്നു. ഇതൊക്കെ കാണുന്ന ഇന്ത്യക്കാർക്ക് തോന്നുന്ന വികാരം എന്തായിരിക്കുമെന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. നല്ല രീതിക്ക് തന്നെ റിയാസിന് സൈബർ അറ്റാക്ക് കിട്ടുകയും ചെയ്തു. ഒരുപക്ഷെ ഒരു കോൺട്രവേഴ്സിയൊക്കെ ഉണ്ടാക്കിയിട്ട് മീഡിയയിൽ അറ്റൻഷൻ കിട്ടാൻ ചെയ്തതാണോ എന്നും അതൊന്നും അറിയില്ല. പറയുന്നത് പുള്ളിക്കാരൻ്റെ സ്ഥിരം പരിപാടിയാണ് ഇങ്ങനെ ഓരോരോ പ്രശ്നങ്ങളൊക്കെ കുത്തിപ്പൊക്കിക്കൊണ്ട് വരുന്ന ആ ഒരു രീതി. ഇതിൻ്റെ കാര്യമൊന്നും ഇല്ലായിരുന്നു. അത് പ്രതികരിക്കേണ്ട രീതിയിൽ പുള്ളിക്കാരന് ഇതിന് പറഞ്ഞ് തൻ്റെ നിലപാട് വ്യക്തമാക്കിയിരിക്കുക. അതിന് പകരം ഇതുപോലെയൊക്കെ ചെയ്യുന്നത് വലിയ തെറ്റ് തന്നെയാണ്. ഇതൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്നുള്ളത് മറക്കാതെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യുക. ഇതുപോലെ അടുത്ത വീഡിയോയിൽ വേറെ ഒരു ടോപ്പിക്കുമായിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.